ഇന്ന് രാവിലെ തന്നെ കുഞ്ഞിക്കോഴിയെ അയച്ചു വിട്ടിട്ട് ജിമ്മിയെ വിളിക്കുവാണ്. അവനിപ്പോൾ 2-3 ദിവസമായിട്ട് മേളിൽ കിടക്കുന്നത്. മഴയും തണുപ്പൊക്കെ അല്ലേ. അത് കഴിഞ്ഞ് നേരെ അടുക്കളയിലോട്ട് കയറി. ഇന്ന് ചപ്പാത്തിയും ഡാലുകറിയും വെക്കാനായിട്ടാണ്. അപ്പോൾ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെച്ചു. എന്നിട്ട് പരിപ്പ് കറി വെക്കാൻ വേണ്ടി പരിപ്പെടുത്ത് നന്നായിട്ട് കഴുകി, അത് കഴിഞ്ഞ് സവോള, തക്കാളി, പച്ചമുളക് ഇതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കണം. എന്നിട്ട് കുക്കറിലോട്ടിട്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കണം. അതും കൂടി ഇട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഉപ്പും വെള്ളവും ഒഴിച്ച് കുക്കറിൽ വെച്ച് ഒരു 3 വിസിൽ അടുപ്പിക്കും. ആവിയെല്ലാം പോയി കഴിയുമ്പോൾ കുക്കർ തുറന്ന് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കടുക് വറുത്തിടുകയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡാല് കറി റെഡിയാവും. ഇനി ഇതൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഭർത്താവ് മീനില്ലാതൊന്നും കഴിക്കത്തില്ല. അപ്പോൾ ഫ്രിഡ്ജിൽ ഇന്നലെ വെച്ച പുന്നാര മീനിൻ്റെ കറി ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് പുറത്ത് വെച്ചു. ഇനി കഴിക്കാറാകുമ്പോഴത്തേക്കിനും അത് ചൂടാക്കി കൊടുക്കണം. എന്നിട്ട് നേരെ ചപ്പാത്തി പരത്താൻ തുടങ്ങി. ആദ്യമേ ഞാൻ 2-3 ചപ്പാത്തി നെയ്യ് പുരട്ടി എടുക്കും. അത് കുഞ്ഞിന് വേണ്ടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ എണ്ണയൊന്നും ഇടാതെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണ്. അതിങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് പൊള്ളിച്ചെടുക്കുക ചെയ്യുന്നത്. 2 ചപ്പാത്തി അതിൻ്റെ അടിപൊളിയായിട്ട് വരാറുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഒരിടപ്പ് പൗഡർ ആശാൻ തീർത്തിട്ടുണ്ട്. മൊത്തം ഇവിടെ എല്ലാം കൊണ്ട് കമത്തിയിട്ടുണ്ട്. എൻ്റെ അമ്മയായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ 2 കൊട്ട് തന്നേനെ. പക്ഷെ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ആ പൗഡർ എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് പിന്നെയും കുറച്ച് പൗഡറും കൂടെ അവിടെ എല്ലാം ഇട്ടിട്ട് അതിനകത്ത് ഇങ്ങനെ പടം വരയ്ക്കാൻ പറ്റുമെന്നൊക്കെ കാണിച്ചു കൊടുത്ത് കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്ന് കളിച്ച് മൊത്തം പൗഡർ തീർത്തു. എന്നിട്ട് അവനെ കൊണ്ട് തന്നെ അതെല്ലാം അങ്ങ് തുടപ്പിച്ചു. ഈ പ്രായത്തിലേ ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ എൻ്റെ വിശേഷങ്ങൾ. ബാക്കി നാളെ പറയാം.